നമസ്കാരം. HSA ഫിസിക്കൽ സയൻസിൻ്റെ സിലബസ് മാറുമോ എന്ന് ചോദിച്ചിട്ട് ഒരുപാട് പേരിങ്ങനെ എൻക്വയറി നടത്തുന്നുണ്ട്, ഒരുപാട് ഡൗട്ടും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. കാരണം നമ്മളെ സംബന്ധിച്ച് 2016 വന്ന നോട്ടിഫിക്കേഷൻ പ്രകാരമൊക്കെ നടന്നിട്ടുള്ള എക്സാമുകളുടെ ഒരു 8 വർഷം മുമ്പത്തെ സിലബസ് മാത്രമേ നമ്മുടെ അവൈലബിൾ ആയിട്ടുള്ളൂ. അതിന് മാറ്റങ്ങൾ ഉണ്ടാകുമോ, ഇത് തന്നെ പഠിക്കണോ, അങ്ങനെ ഒരുപാട് പേര് കൺഫ്യൂസ്ഡ് ആയിട്ട് പറയുന്നുണ്ട്. ഞാൻ വീണ്ടും പറയുന്നു, ഇതിൻ്റെ ബേസിക്സ് എന്ന് പറയുന്നത്, ഇതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് NCERT ടെക്സ്റ്റ് ബുക്കുകളാണ്. ആ NCERT ടെക്സ്റ്റ് ബുക്കുകൾ സിലബസിനകത്ത് ത്രൂ ഔട്ട് പഠിക്കാനായിട്ടുണ്ട്. താനും കാര്യമായ മാറ്റങ്ങളൊന്നും സിലബസിനകത്ത് ഉണ്ടാവാൻ സാധ്യതയില്ല, ഫിസിക്സിൻ്റെയും കെമിസ്ട്രിയുടെയും കേസിൽ പ്രത്യേകിച്ച്. പിന്നെ പെഡഗോഗിയുടെ കാര്യങ്ങളിലും വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ല. ജനറൽ പേപ്പറിൽ ഇനി എന്തെങ്കിലും മാറ്റങ്ങൾ വന്നാൽ മാത്രമേ ഉള്ളൂ സാധ്യത, റെയർ പോസിബിലിറ്റി. വന്നാലും പുതിയതായിട്ട് ഒരുപാട് ടോപ്പിക്കുകളൊന്നും ആഡ് ചെയ്യാൻ സാധ്യതയില്ല. പിന്നെ കറണ്ട് അഫയേഴ്സ് എന്നൊക്കെ പറയുന്നത് എപ്പോഴും അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളായതുകൊണ്ട് അതൊക്കെ മാറിക്കൊണ്ടിരിക്കും. പിന്നെ ജനറൽ പേപ്പറിനകത്തും മെജോറിറ്റി ടോപ്പിക്കുകളും അങ്ങനെ തന്നെ വരാനാണ് ചാൻസ്. നവോത്ഥാനവും GK ഒക്കെയാണ് സാധാരണ രീതിയിൽ ജനറൽ പേപ്പറിൽ വരാറുള്ളത്. അതല്ലാതെ എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ വരുമോ എന്നുള്ളത്, പുതിയ സിലബസ് വരുമ്പോൾ നമുക്കറിയാം. ടോപ്പിക്കുകളെ സംബന്ധിച്ചുകൊണ്ട് ഫിസിക്സിൻ്റെയും കെമിസ്ട്രിയുടെയും +1 +2 ബേസ് ചെയ്തിട്ടുള്ള ടോപ്പിക്കുകളെല്ലാം തന്നെ ഓൾറെഡി ഇൻക്ലൂഡഡ് ആണ്. ഗ്രാവിറ്റേഷൻ പോലുള്ള ചില ടോപ്പിക്കുകൾ മാത്രമേ ഇല്ലാതെ മെൻഷൻ ചെയ്യാതെ പോയിട്ടുള്ളൂ. പിന്നീടുള്ളത് കെമിസ്ട്രിയുടെ കേസിലും ഫിസിക്സിൻ്റെ കേസിലും ഡിഗ്രി തലത്തിലേക്ക് വരുന്ന ചില ടോപ്പിക്കുകൾ ഓൾറെഡി ഇൻക്ലൂഡഡ് ആണ്. ഇനി എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ ആഡ് ചെയ്യുകയോ പഴയ സിലബസിൽ നിന്ന് എടുത്തു കളയുകയോ ചെയ്താലും വലിയ ഭീകരമായ മാറ്റങ്ങളൊന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. ഇൻ കേസ് മാറിയാലും അതിനനുസരിച്ച് അപ്ഡേറ്റഡ് ആയിട്ട് ഇപ്പോൾ ഉള്ള പഠനത്തെ ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ചെയ്യേണ്ടി വരുള്ളൂ. അല്ലാതെ കംപ്ലീറ്റ്ലി പുതിയ സിലബസ് കിട്ടിയിട്ട് പഠിക്കാനിരിക്കുന്ന മണ്ടത്തരമാണ്. +1 +2 ടെക്സ്റ്റ് ബുക്കുകളെ ബേസ് ചെയ്ത് നിലവിലുള്ള സിലബസിനെ കംപ്ലീറ്റ് തീർക്കാനായിട്ടുള്ള ശ്രമം നടത്തുക, അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ സിലബസിനെ ഒന്ന് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്ത് പോവുക എന്നുള്ളതുകൂടി ഈ വീഡിയോയിൽ ഞാൻ ചെയ്യുന്നുണ്ട്. അതിനുശേഷം മറ്റൊരു ചോദ്യം എല്ലാവരും ചോദിക്കുന്നത് NCERT ടെക്സ്റ്റ് ബുക്കുകളിൽ ഏത് ചാപ്റ്റേഴ്സാണ് പഠിക്കേണ്ടത് എന്നുള്ളതാണ്. അത് സെപ്പറേറ്റ് ഫിസിക്സിൻ്റെ കെമിസ്ട്രിയുടെ സെപ്പറേറ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്യുന്ന വീഡിയോസുമായിട്ട് വീണ്ടും നിങ്ങൾക്ക് അപ്ഡേഷൻസ് തരാം. ഇവിടെ എന്തായാലും മൊഡ്യൂൾ 1 നിങ്ങൾ നോക്കൂ. പാർട്ടിക്കിൾ ഡൈനാമിക്സ്, ന്യൂട്ടൺസ് ലോസ് ഓഫ് മോഷൻ, അതേപോലെ റൊട്ടേഷണൽ ഡൈനാമിക്സ്, കൺസർവേഷൻ ലോസ്, ലീനിയർ മൊമെൻറ്റ്, ആംഗുലാർ മൊമെൻറ്റം, സിമ്പിൾ ഹാർമോണിക് മോഷൻ, ഡാംപ്ഡ് ആൻഡ് ഫോഴ്സ്ഡ് ഓസിലേഷൻ, പിന്നെ വേവ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇതെല്ലാം +1 ടെക്സ്റ്റ് ബുക്കുകളിലുള്ള ചാപ്റ്ററുകളിലുള്ള സാധനങ്ങളാണ്. അതുപോലെ ഇലാസ്റ്റിസിറ്റി, യങ്സ് മോഡുലസും കാര്യങ്ങളെല്ലാം +1 ടെക്സ്റ്റ് ബുക്കിലുള്ളതാണ്. ഫ്രെയിം ഓഫ് റെഫറൻസ്, സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി മാത്രമാണ് ഡിഗ്രി ലെവലിലേക്ക് മൊഡ്യൂൾ 1 വരുന്നത്. ഞാൻ എല്ലാം ഒന്നും ഡീറ്റെയിൽ ആയിട്ട് വായിക്കുന്നില്ല കേട്ടോ, ഞാൻ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്ത് പോവാണ്. സിലബസിൽ ഇപ്പോൾ ഉള്ള സിലബസ് കാര്യമായ മാറ്റം ഇതിനകത്ത് വരില്ല എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ്. ഇനി ഇതിനകത്ത് എടുത്തു പറയാത്ത ചില ടോപ്പിക്കുകൾ ചിലപ്പോൾ +1 +2 ടെക്സ്റ്റ് ബുക്കിലുള്ള സാധനങ്ങൾ ചിലപ്പോൾ ഇതിനകത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്ത് പെട്ടേക്കാം. അപ്പോൾ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് ബേസ് ചെയ്ത് നന്നായിട്ട് കവർ ചെയ്ത് പോകുക എന്നുള്ളത് തന്നെയാണ് ചെയ്യേണ്ടത്. മൊഡ്യൂൾ 2 വന്നു കഴിയുമ്പോൾ ഇലക്ട്രോസ്റ്റാറ്റിക്സും ട്രാൻസിയൻ കറണ്ട് പോലുള്ള ഇലക്ട്രിസിറ്റി ആയിട്ട് ബന്ധപ്പെട്ട, ഇലക്ട്രോഡൈനാമിക്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ്. പിന്നെ സെമി കണ്ടക്ടേഴ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നുണ്ട്. +2 ടെക്സ്റ്റ് ബുക്കിനകത്തെ കാര്യങ്ങളാണ് അവിടെ വരുന്നത്. +2 തന്നെയുള്ള ലൈറ്റ്, വേവ് ഒപ്റ്റിക്സ് പോലുള്ള കാര്യങ്ങളാണ്, റിഫ്ലക്ഷൻ, റിഫ്രാക്ഷൻ, ഡിസ്പേഷൻ പോലുള്ള കാര്യങ്ങൾ, ഇൻ്റർഫറൻസോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നു. പിന്നെ ലേസർ, ഫൈബർ ഒപ്റ്റിക്സ്, സ്പെക്ട്രോസ്കോപ്പിയുടെ ബേസിക്സ് ഐഡിയാസൊക്കെ ഡിഗ്രി തലത്തിലേക്ക് വരുന്ന ചില കണ്ടന്റ് അവിടെ വരുന്നുണ്ട്. ഹീറ്റ് ആൻഡ് തെർമോഡൈനാമിക്സ്, അതുപോലെ തന്നെ തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ, തെർമോഡൈനാമിക്സ്, ഈ ചാപ്റ്ററുകൾ 3 +1 ഫിസിക്സിനകത്തും ഉണ്ട്. പിന്നെ കെമിസ്ട്രിയിലും നമ്മൾ പഠിക്കുന്ന കുറേ ടോപ്പിക്കുകളാണ്. കാർനോട്ട് എഞ്ചിൻ, എൻട്രോപ്പി ഒക്കെ അതിനകത്ത് വരുന്നുണ്ട്. സ്റ്റാറ്റിസ്റ്റിക്കൽ ഡിസ്ട്രിബ്യൂഷൻ, എൻസംബിൾ, ഫേസ് സ്പേസ്, മാക്സ്വെൽ +1 സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെയാണ് ഡിഗ്രി തലത്തിലേക്ക് വരുന്ന ടോപ്പിക്കായിട്ട് അവിടെ കൊടുത്ത് ഞാൻ കളർ മാറ്റിയിട്ടിരിക്കുന്ന ഡിഗ്രി തലത്തിലേക്ക് വരുന്ന ടോപ്പിക്കുകളുടെ കേസാണ്. മൊഡ്യൂൾ 4 ഇത് 3 മൊഡ്യൂളുകളാണ് ശരിക്കും ഫിസിക്സ്, കംപ്ലീറ്റ്ലി ഫിസിക്സ് വരുന്നത്. 4ാമത്തെ മൊഡ്യൂൾ വരുമ്പോൾ ബോർ ആറ്റം മോഡൽ, വെക്ടർ ആറ്റം മോഡൽ, ഹൈഡ്രജൻ സ്പെക്ട്രം, ന്യൂക്ലിയർ സ്ട്രക്ചർ ആൻഡ് പ്രോപ്പർട്ടീസ്, റേഡിയോ ആക്ടിവിറ്റി, ന്യൂക്ലിയർ ഫിഷൻ ആൻഡ് ഫ്യൂഷൻ, എലമെന്ററി പാർട്ടിക്കിൾസ്, ഈ കാര്യങ്ങൾ ഫിസിക്സിലും കെമിസ്ട്രിയിലും ആറ്റം ന്യൂക്ലിയർ എന്ന് പറയുന്ന ടോപ്പിക്കുകളായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് പഠിക്കാനുള്ളതാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. ക്രിസ്റ്റൽ സ്ട്രക്ചറും ക്രിസ്റ്റൽ സിമെട്രിയും കാര്യങ്ങളൊക്കെ, അതുപോലെ പാക്കിംഗ് ഫ്രാക്ഷൻ, ഇലക്ട്രീസിന് പോലുള്ള കാര്യങ്ങളൊക്കെ അത് നമ്മൾ +2 ടെക്സ്റ്റ് ബുക്കിൽ കെമിസ്ട്രിയിലും പഠിക്കുന്നുണ്ട്. +1 ഫിസിക്സിലും കുറച്ച് കാര്യങ്ങളൊക്കെ പിന്നീട് പഠിക്കുന്നുണ്ട്, നമ്മൾ ഡിഗ്രി തലത്തിലൊക്കെ പഠിക്കുന്നതാണ്. ദെൻ വേവ് നേച്ചർ ഓഫ് മാറ്റർ, അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ, പോസ്റ്റേഴ്സ് ഓഫ് വേവ് മെക്കാനിക്സ്, ഷ്രോഡിഞ്ചർ ഇക്വേഷൻ ഒക്കെ നമ്മൾ ഫിസിക്സിലും കെമിസ്ട്രിയിലും കോമൺ ആയിട്ട് പഠിക്കുന്ന ടോപ്പിക്കാണ്. അപ്പോൾ മൊഡ്യൂൾ 4 എന്ന് പറയുന്നത് ഫിസിക്സിലും കെമിസ്ട്രിയിലും മിക്സ്ഡ് ആയിട്ട് കിടക്കുന്ന കുറേ ടോപ്പിക്കുകൾ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടാണ് 4th മൊഡ്യൂൾ വന്നിരിക്കുന്നത്. 5ാമത്തെ മൊഡ്യൂൾ എന്ന് പറയുന്നതാണ് നമ്മുടെ ക്വാണ്ടം മെക്കാനിക്സുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഡിഗ്രി തലത്തിലേക്ക് വരുന്ന കാര്യങ്ങളാണ് അവിടെ വരുന്നത്. പാർട്ടിക്കിൾ ഇൻ എ ബോക്സ് പോലുള്ള ആപ്ലിക്കേഷൻസും കാര്യങ്ങളെല്ലാം അവിടെ വരുന്നത് കാണാൻ പറ്റും. പിന്നെ ബോൺ ഓപ്പൺ ഹിയർ അപ്രോക്സിമേഷൻ, റൊട്ടേഷണൽ വൈബ്രേഷൻ, റാമൻ സ്പെക്ട്രോസ്കോപ്പികൾ, NMR സ്പെക്ട്രോസ്കോപ്പി, ബേസിക് പ്രിൻസിപ്പിൾ ആൻഡ് ആപ്ലിക്കേഷൻസ് ഒക്കെയാണ് മൊഡ്യൂൾ 5 വരുന്നത്. കെമിസ്ട്രിയുടെ ഭാഗമായിട്ടുള്ള ടോപ്പിക്കാണ് കൂടുതലും, പക്ഷേ ക്വാണ്ടം മെക്കാനിക്സിൻ്റെ ആപ്ലിക്കേഷൻ ഫിസിക്സിലും കെമിസ്ട്രിയിലും നമ്മൾ പഠിക്കുന്നതാണ്. ദെൻ അതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ട് എലമെന്റ്സ് ഓഫ് സിമ്മട്രി ഓഫ് മോളിക്യൂൾസ് കാര്യങ്ങളൊക്കെ അവിടെ വരുന്നുണ്ട്. അമോർഫസ്, ക്രിസ്റ്റലൈൻ സോളിഡ്സും കാര്യങ്ങളൊക്കെ, സോലിബിലിറ്റി പ്രോഡക്റ്റും കാര്യങ്ങൾ, അങ്ങനെ പ്രിൻസിപ്പിൾ ഓഫ് ആപ്ലിക്കേഷൻ, കോളം ക്രൊമാറ്റോഗ്രഫി ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, അങ്ങനെ അതിൻ്റെ ജനറൽ ആയിട്ടുള്ള ടൈപ്പ് ഓഫ് പൊല്യൂഷൻസ് കാര്യങ്ങളൊക്കെ അവിടെ വരുന്നുണ്ട്. മൊഡ്യൂൾ 6 വരുന്ന സമയത്ത് ആറ്റം മോഡൽസ്, ബോണ്ടിങ്ങുകളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, പീരിയോഡിക് ലോസ്, അത് +1 നമ്മുടെ ആറ്റം ഘടനയായിട്ട് ബന്ധപ്പെട്ട ചാപ്റ്ററുകളും, പീരിയോഡിക് ടേബിളുമായിട്ട് ബന്ധപ്പെട്ട ചാപ്റ്ററുകളും, ബോണ്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ചാപ്റ്ററുകളൊക്കെ നമ്മൾ +1 കെമിസ്ട്രിയിൽ പഠിക്കുന്നതാണ്. ആ കാര്യങ്ങളാണ് അവിടെ പറയുന്നത്. പിന്നെ എലമെൻസിനെ സംബന്ധിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ, പിന്നെ മെറ്റൽസ്, കോർഡിനേഷൻ കോമ്പൗണ്ട്സ്, ഐസോമെറിസം, ഇൻകോർഡിനേഷൻ കോമ്പൗണ്ട്സ്, ഓർഗാനോ മെറ്റാലിക് കോമ്പൗണ്ട്സ്, റേഡിയോ ആക്ടിവിറ്റി, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം അവിടെ വരുന്നുണ്ട്. മൊഡ്യൂൾ 7
കൈനറ്റിക് തിയറിയായിട്ട് ബന്ധപ്പെട്ട പോസ്റ്റുലേറ്റ്സ്, അതും ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്, ജൂൾസ് തോമസൺ എഫക്റ്റ്, അങ്ങനെ കാര്യങ്ങളെല്ലാം അവിടെ വരുന്നുണ്ട്. തെർമോഡൈനാമിക്സുമായിട്ട് ബന്ധപ്പെട്ട് കെമിസ്ട്രി ഓറിയൻറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. ലോ ഓഫ് മാസ് ആക്ഷൻ, കെമിക്കൽ ഇക്വിലിബ്രിയം കാര്യങ്ങളൊക്കെയാണ് പിന്നീട് അവിടെ വന്നിരിക്കുന്ന ചില പ്രധാനപ്പെട്ട അതിൻ്റെ തിയറീസും പ്രിൻസിപ്പിൾസ് ഒക്കെ അതിനകത്ത് ഇൻക്ലൂഡഡ് ആണ് എന്ന് കാണാനായിട്ട് സാധിക്കും. ഫോട്ടോസിന്തസിസ് പോലുള്ള കാര്യങ്ങൾ, ഫേസ് ഇക്വിലിബ്രിയ, ഫാരഡേസ് ലോ, അങ്ങനെ കുറേ കാര്യങ്ങൾ ടോപ്പിക്കുകളായിട്ട് അവിടെ ഇൻക്ലൂഡഡ് ആണ്. കെമിസ്ട്രി ആയിട്ട്, പ്യൂർ കെമിസ്ട്രി ആയിട്ട് ബന്ധപ്പെട്ട സിലബസ് വളരെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. ഞാൻ എല്ലാം പറയാൻ പോകുന്നത് സമയം ഒരുപാട് എടുക്കുന്ന കാര്യമായതുകൊണ്ടാണ് എല്ലാം എടുത്ത് പറയാത്തത്. ജസ്റ്റ് ആ സിലബസ് ഒന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് വായിച്ചു നോക്കുക. വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള സിലബസ് തന്നെയാണ് ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഇനി അതിനകത്ത് വലിയ കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല. പിന്നെ കാർബൺ കെമിസ്ട്രി ആയിട്ട് ബന്ധപ്പെട്ട, ഓർഗാനിക് കെമിസ്ട്രി ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതിൻ്റെ ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ അവിടെ എടുത്ത് സിലബസിൽ പറഞ്ഞിട്ടുണ്ട്. ടോപ്പിക്കുകളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് മൊഡ്യൂൾ 8. അങ്ങനെ 8 മൊഡ്യൂളുകളിലായിട്ട് ഫിസിക്സിലെയും കെമിസ്ട്രിയിലെയും ഒട്ടുമിക്ക കാര്യങ്ങൾ അതിനകത്ത് വരുന്നുണ്ട്. +1 +2 ടെക്സ്റ്റ് ബുക്കുകളിലെ ചാപ്റ്ററുകൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടതായിട്ടുണ്ട്. അഡീഷണൽ ആയിട്ട് ഡിഗ്രി തലത്തിലേക്ക് വരുന്ന കണ്ടന്റ് അങ്ങനെയും പഠിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. സോ ഓൾറെഡി വലിയൊരു സിലബസാണ്. ഇതിനകത്ത് എന്തെങ്കിലും കട്ട് ചെയ്ത് കളയുമോ, ചെറിയ എന്തെങ്കിലും ടോപ്പിക്കുകൾ പുതുതായിട്ട് ആഡ് ചെയ്താലും അത് അഡീഷണൽ ആയിട്ട് പഠിക്കുകയും അത് പഠിച്ചതിൽ അത് എലിമിനേറ്റ് ചെയ്യുകയും ചെയ്യാമെന്ന് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾ സിലബസിനെ തീർക്കുക. ഇപ്പോൾ അവൈലബിൾ സിലബസിനെ ആദ്യം ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക. അതിനകത്ത് 90% അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. പുതിയ സിലബസിന് വന്നാലും വരാൻ സാധ്യതയുള്ളൂ. വലിയ കാര്യമായ മാറ്റങ്ങളൊന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നുമില്ല. അപ്പോൾ ഇതാണ് സിലബസ് മാറുമോ എന്നുള്ള ചോദ്യമായിട്ട് ബന്ധപ്പെട്ട് ജനറലി പറയാനുള്ള കാര്യങ്ങൾ. ഇനി ഫിസിക്സിൻ്റെ ഒക്കെ ഏത് ചാപ്റ്ററിലാണ് +1 +2 ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് പഠിക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് വിശദമായിട്ട് നമുക്ക് മറ്റൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. മറ്റെന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് ജനറലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീണ്ടും കാണാം. നന്ദി.